സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിശദീകരിച്ച് യു.ഡി.എഫ് സർക്കാർ അവതരിപ്പിച്ച ധവളപത്രത്തിൽ പെൻഷൻ പ്രായം 58 ആക്കണമെന്ന ശുപാർശ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഈ ശുപാർശ ഈ വർഷം ബജറ്റിൽ അംഗീകരിക്കില്ല. പെൻഷൻ പ്രായം കൂട്ടിയാൽ വിരമിക്കൽ ആനുകൂല്യത്തിൽ വർഷം 6000 കോടി രൂപ ലാഭിക്കാമെന്നാണ് ധവളപത്രം പറയുന്നത്. പക്ഷേ ഇതിലൂടെ സ്ഥിരമായ ലാഭം ഉണ്ടാകുന്നില്ല. എപ്പോൾ വിരമിച്ചാലും ആനുകൂല്യങ്ങൾ നൽകണം. അതുകൊണ്ട് ചെലവ് താൽക്കാലികമായി വൈകിപ്പിക്കാൻ മാത്രമേ ഇതിലൂടെ സാധിക്കൂവെന്ന വിലയിരുത്തലിലാണ് സർക്കാർ. എന്നാൽ ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ മതിയെന്ന ശുപാർശ അംഗീകരിക്കാനാണ് സാധ്യത. സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശമ്പള വർധനവിലൂടെ ഉണ്ടാകുന്ന ബാധ്യത കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കാമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. പകരം ക്ഷാമബദ്ധ കുടിശ്ശികയില്ലാതെ നൽകുന്നതിനായിരിക്കും മുൻഗണന. 2% ക്ഷാമബദ്ധ ഇപ്പോൾ കുടിശ്ശികയുണ്ട്. ഈ മാസം 19-ന് യു.ഡി.എഫ് സർക്കാർ അവതരിപ്പിക്കുന്ന പുതുക്കിയ ബജറ്റിൽ ഈ തുക അനുവദിക്കും. നേരത്തെ അനുവദിച്ച ക്ഷാമബദ്ധ ഗഡുക്കളുടെ മുൻകാല പ്രാബല്യം അനുസരിച്ചുള്ള കുടിശ്ശിക നൽകിയിട്ടില്ല. ഇതും ഘട്ടം ഘട്ടമായി നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ജീവനക്കാർക്ക് 21,670 കോടിയും പെൻഷൻകാർക്ക് 14,387 കോടിയുമാണ് ഇത്തരത്തിൽ നൽകാനുള്ളത്. കൂടാതെ KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയിൽ മുഖ്യമന്ത്രിയുടെ അന്തിമ തീരുമാനം ഉടനെ ഉണ്ടാകും. വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്തതിനു ശേഷം KSRTC നൽകിയ റിപ്പോർട്ടുകൾ ഗതാഗത വകുപ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനമെടുക്കാൻ വിട്ടിരിക്കുകയാണ്. സൗജന്യ യാത്ര നടപ്പാക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള മാനദണ്ഡങ്ങൾ വേണമോ എന്നതിലുൾപ്പെടെ അന്തിമ തീരുമാനം ഇനി മുഖ്യമന്ത്രിയുടേതാണ്. അതേസമയം കിഫ്ബി കഴിഞ്ഞ 9 വർഷത്തിനിടെ നടത്തിയ സകല ഇടപാടുകളും അന്വേഷിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. കെടുകാര്യസ്ഥതയും ഇടപാടുകളിൽ അഴിമതിയും നടന്നിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ധവളപത്രത്തിൽ സൂചിപ്പിച്ചിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് നടത്തിയ പഠനത്തിൽ കിഫ്ബി ഇടപാടുകളെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ധവളപത്ര സമിതിക്ക് ലഭിച്ചിരുന്നില്ല. ചില രേഖകൾ കണ്ടെത്താനുമായിട്ടില്ല. ആവശ്യപ്പെട്ട പല രേഖകളും ലഭിച്ചില്ലെന്ന് നേരത്തെ കിഫ്ബിയിൽ ഓഡിറ്റ് നടത്തിയ സംഘം ഫയലിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ കിഫ്ബിയുടെ പല തീരുമാനങ്ങളിലും മന്ത്രിമാർക്ക് വരെ കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടായിരുന്നു നിയന്ത്രണം. ഇതിൽ എതിർപ്പുണ്ടായിരുന്ന IAS ഉദ്യോഗസ്ഥരടക്കം ധവളപത്ര സമിതിക്ക് വിവരങ്ങൾ കൈമാറിയെന്നാണ് സൂചന. IT പാർക്കുകൾ പോലെ വരുമാനമുണ്ടാക്കാവുന്ന പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം ബജറ്റിലൂടെ നടപ്പാക്കേണ്ട പദ്ധതികൾക്ക് പണം ചെലവിട്ടാണ് കിഫ്ബിയെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. കിഫ്ബിയിൽ ശമ്പളം തീരുമാനിച്ച ഫയലുകളും അന്വേഷണ പരിധിയിൽ വരും. 1.5 ലക്ഷം രൂപയിലേറെ ശമ്പളം വാങ്ങുന്ന 45 പേരുടെ പട്ടിക ഇതിനോടകം ശേഖരിച്ചു. ചീഫ് പ്രോജക്ട് എക്സാമിനർക്ക് 5 ലക്ഷം രൂപയാണ് ശമ്പളം. 3 പേർക്ക് ശമ്പളം 3,80,000 രൂപ വീതമാണ്. കൂടാതെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന മാർച്ച് 15-ന് തിടുക്കപ്പെട്ട് കിഫ്ബിക്ക് വൻ തുക നൽകി ഭൂമിയും കെട്ടിടവും വാങ്ങാനുള്ള സർക്കാർ തീരുമാനം റദ്ദാക്കും. സെക്രട്ടേറിയറ്റിന് എതിർവശത്തെ കിഫ്ബി ഇപ്പോൾ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് ടെൻഡർ ഒഴിവാക്കി വാങ്ങാൻ തീരുമാനിച്ചത്.